എത്തിക്കണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതിന് അദ്ദേഹം പലരുടെയും മുഖം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തെളിഞ്ഞുവന്നു. ആരോട് ഞാൻ താല്പര്യപ്പെടുന്നു, ആരോട് ഞാൻ പറയും, ജ്ഞാനികൾക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം. അത്തരം ഒരു കാര്യം ഞാൻ ആരെയാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ മുഖം അദ്ദേഹം ചിന്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവരെല്ലാം മരിച്ചുപോയി. പിന്നീട് ഭഗവാൻ ബുദ്ധൻ കണ്ടെത്തിയതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 5 പഞ്ചവർഗീയ ഭിക്ഷുക്കൾ, 5 പേരെ അദ്ദേഹം മനസ്സിൽ കാണുന്നു. അവരെ കണ്ടെത്തി ഈ ധർമ്മമാർഗം, ഈ ലോകത്തിലെ ദുഃഖവിമോചന മാർഗം അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നു. അദ്ദേഹം ബുദ്ധഗയയിൽ നിന്നും സാരനാഥിലേക്ക് യാത്ര ചെയ്യുകയാണ്. 1200 കിലോമീറ്ററോളം അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്യുകയാണ്. വളരെ വേഗം അവരെ കണ്ടെത്തുക. അങ്ങനെ അദ്ദേഹം സാരനാഥിലേക്ക് എത്തിച്ചേരുകയും സാരനാഥിൽ എത്തിച്ചേർന്ന് തന്റെ സുഹൃത്തുക്കളായ താൻ തപസ് അനുഷ്ഠിച്ചിരുന്ന കാലത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് ഈ മാർഗം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണ് ഇന്ന്. ഈ ധമ്മാന്റെ ഗുരുപൂർണിമ ലോകത്തെമ്പാടും ഗുരുപൂർണിമയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിനമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ മാവേലിക്കര ബുദ്ധമണ്ഡപത്തിൽ അതിന്റെ ആഘോഷം കൊണ്ടാടുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം താൻ കണ്ടെത്തിയ മാർഗം, ആ മാർഗം അവരോട് അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു. ആദ്യമേ അവർ വന്നപ്പോൾ തന്നെ, ബുദ്ധൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് അവിടെ ഇരുത്തിയതിനു ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ഭഗവാൻ ബുദ്ധൻ പറയുന്നു, ഞാൻ ബോധോദയം നേടി ഞാൻ ബുദ്ധനായി മാറിയിരിക്കുന്നു. ലോകത്തിന്റെ പ്രശ്നങ്ങൾ, മനുഷ്യൻ നേരിടുന്ന ജനനം മുതൽ മനുഷ്യൻ മരണം വരെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രശ്നങ്ങളിൽ നിന്ന് അവൻ മുക്തനായി ഈ ജന്മത്തിൽ തന്നെ അവന് മോക്ഷം ലഭിക്കുന്ന ഒരു മാർഗം എനിക്ക് മനസ്സിലായി. ആ സത്യം ഞാൻ നിങ്ങളെടുത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ തേടി ഞാൻ വിളിച്ചത്. അപ്പോൾ ബുദ്ധാനുസ്മയിൽ അത് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗം വിവരിക്കുന്നു. ബുദ്ധൻ ധമ്മം എന്ന ഗ്രന്ഥത്തിൽ ആ ആദ്യത്തെ ഭഗവാൻ ബുദ്ധന്റെ ഉപദേശം ആദ്യമായിട്ട് സാരനാഥിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് ആ സത്യം വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു എന്ന് ബുദ്ധാനുസ്മയിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ലോകത്ത് നിങ്ങൾ ഒരുപാട് മാർഗങ്ങളിലൂടെ നിങ്ങൾ മോക്ഷം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. സ്വയം പീഡിപ്പിച്ചുകൊണ്ട്, ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ, മറ്റു പല കർമ്മങ്ങളിലൂടെ നിങ്ങൾ മോക്ഷത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ബുദ്ധൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ മുന്നിലെ സ്വാർത്ഥത നിലനിൽക്കുകയും ആ സ്വാർത്ഥതയെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? മറ്റു മാർഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലെ സ്വാർത്ഥത നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ മറ്റു പല മേഖലകളിലൂടെ, പല മാർഗങ്ങളിലൂടെ നിങ്ങൾ മോക്ഷം നേടാൻ ശ്രമിക്കും. പക്ഷെ ഇതിനെ നശിപ്പിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ആ പരമമായ അവസ്ഥയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള ചോദ്യം അദ്ദേഹം ആ ഭിക്ഷുക്കളുടെ മുമ്പാകെ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ ആ പഞ്ചവർഗീയ ഭിക്ഷുക്കൾ ഭഗവാൻ ബുദ്ധനോട് പറയുന്നത്, എന്താണ് അങ്ങ് കണ്ടെത്തിയ മാർഗം? ലോകത്തിന്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, ലോകത്തിന്റെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ അങ്ങ് കണ്ടെത്തിയ മാർഗം ഏതാണ്? ഭഗവാൻ ബുദ്ധൻ പറയുന്നു, ഞാൻ കണ്ടെത്തിയ മാർഗം അത് 3 തരത്തിലായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഒന്ന്, വിശുദ്ധിയുടെ മാർഗം. ലോകത്തിന്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന വിഷമങ്ങളെ, ദുഃഖങ്ങളെ
ഇല്ലാതാകണമെങ്കിൽ നിങ്ങൾ ഒരു മാർഗം സ്വീകരിക്കണം. ആ മാർഗമാണ് വിശുദ്ധിയുടെ മാർഗം. രണ്ടാമത്തെ മാർഗമാണ് സദാചാരത്തിന്റെ മാർഗം. മൂന്നാമത്തെ മാർഗമാണ് നന്മയുടെ മാർഗം. ഈ മൂന്ന് മാർഗങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം നേടുവാൻ കഴിയും. നിങ്ങൾക്ക് സ്വസ്ഥമായ സുഖകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തുടരുവാൻ കഴിയും. നിങ്ങൾ ഈ മൂന്ന് മാർഗങ്ങൾ സ്വീകരിക്കണം. ഒന്ന് വിശുദ്ധിയുടെ മാർഗം, ഒന്ന് നന്മയുടെ മാർഗം, ഒന്ന് സദാചാരത്തിന്റെ മാർഗം. ഇതാണ് ഭഗവാൻ ബുദ്ധൻ അവർക്ക് ഉദ്ദേശിച്ചത്. അദ്ദേഹം പറയുന്നു, ഭഗവാൻ ബുദ്ധൻ പറയുന്നു, നമ്മൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില നിയമങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് പാലിക്കപ്പെടണം. ചില നിയമങ്ങളെ നമ്മൾ പിന്തുടരേണ്ടതായിട്ടുണ്ട്. എന്താണ് ലോകത്തിന്റെ പ്രശ്നം? അധപ്പതിച്ച മനുഷ്യർ, ഈ ലോകത്തിന്റെ അധപ്പതിച്ച് കിടക്കുന്ന മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഭഗവാൻ ബുദ്ധൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജീവിതത്തിൽ ഒരു മാനദണ്ഡമുണ്ട്. ആ മാർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളൊരു മാനദണ്ഡത്തെ നമുക്കൊരു അളവുകോല് വേണം നമ്മുടെ ജീവിതത്തിൽ. ആ അളവുകോലുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ആ മാനദണ്ഡം ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഒരാൾ എന്നും അധപ്പതിച്ച് കിടക്കാൻ കാരണം ഈ മാനദണ്ഡത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മ, അറിവില്ലായ്മയാണ്. ഇങ്ങനെ ഒരു മാർഗം, ഒരു ബോധം, ആ ബോധം നിങ്ങൾ ഈ മാനദണ്ഡം ഉണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഇല്ലാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ഭഗവാൻ ബുദ്ധൻ അദ്ദേഹത്തോട് അവരോട് പറഞ്ഞത്. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്ത് പറയുന്നു, ഒരാൾ അധപ്പതിക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും സങ്കീർണമായ പ്രശ്നം എന്ന് പറയുന്നത് മാനദണ്ഡത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അറിവില്ലായ്മയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ ചില മാനദണ്ഡങ്ങളെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ അധപ്പതനത്തിനുള്ള ഏറ്റവും വലിയ കാര്യമെന്നാണ് ഭഗവാൻ ബുദ്ധൻ അവിടെ വെച്ച് ഉപദേശിക്കുന്നത്. ആ മാർഗം, ആ മാനദണ്ഡം എന്താണ്? ജീവിതത്തിൽ നമ്മൾ ഒരു അളവുകോല് വെച്ചുകൊണ്ട് നമ്മളെ ദിനം പ്രതി നമ്മളെ പരിശോധിക്കണം. അതിന് ചില നിയമങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ആ നിയമങ്ങളാണ് ഭഗവാൻ ബുദ്ധൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതം സന്തുഷ്ടിയോടുകൂടി, അവന്റെ ജീവിതം സമാധാനത്തോടുകൂടി അവൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അവന് ജീവിച്ചു തീർക്കുവാൻ ഈ 5 മാർഗങ്ങളെ അവൻ പിന്തുടരണം. ഈ 5 അളവുകോലുകൾ അവൻ മുറുകെ പിടിക്കണം. ആ അളവുകോലുകളാണ്: ഒന്ന്, യാതൊന്നിനെയും മുറിവേൽപ്പിക്കുകയോ യാതൊന്നിനെയും കൊല്ലുകയോ ചെയ്യില്ല എന്നുള്ള അവന്റെ പ്രതിജ്ഞ. ഒരു മനുഷ്യൻ അവൻ സ്വസ്ഥമായിട്ട്, അവൻ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഒന്നാമത്തെ അവന്റെ മാനദണ്ഡമായിട്ട് അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുപോകേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യില്ല എന്നുള്ള അവന്റെ പ്രതിജ്ഞ. അത് പിന്തുടരണം. ഭഗവാൻ ബുദ്ധൻ പറയുന്നു, ഒന്നാമത്തെ മാനദണ്ഡം ഇതാണ്. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് നിനക്ക് അർഹതയില്ലാത്തതാണ്, നിനക്ക് അവകാശപ്പെടാത്തതായ യാതൊന്നും തന്നെ നീ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. നീ കളവ് ചെയ്യാൻ പാടില്ല. നിന്റെ ജീവിതത്തിൽ ഞാൻ മോഷ്ടിക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞ നീ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിനക്ക് ഇല്ലായ്മ ചെയ്യുവാൻ കഴിയും. രണ്ടാമത്തെ മാർഗമായിട്ട് ഭഗവാൻ ബുദ്ധൻ, രണ്ടാമത്തെ മാനദണ്ഡമായിട്ട് ഭഗവാൻ ബുദ്ധൻ പറയും. മൂന്നാമത്തെ മാർഗം അദ്ദേഹം പറയുന്നു, നമ്മൾ വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം എന്നുള്ള കൃത്യത്തിൽ നിന്ന് നീ പിന്മാറുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം ഉണ്ടാകും. അത്തരം പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുക. ഇതായിരിക്കും നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. ഈ ഒരു മാനദണ്ഡത്തെ നീ മുറുകെ പിടിക്കണം. നാലാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഞാൻ കളവ് പറയുകയില്ല. കളവ് പറയുകയില്ല എന്നുള്ള അതിനെ സത്യം മാത്രമേ ഞാൻ പറയൂ. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് സഞ്ചരിക്കൂ എന്നുള്ള പ്രതിജ്ഞ നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കുക. അതായിരിക്കും നിന്റെ നാലാമത്തെ മാനദണ്ഡം. ഈ നാലാമത്തെ മാനദണ്ഡം മുറുകെ പിടിച്ചാൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിനക്ക് ഇല്ലായ്മ ചെയ്യുവാൻ കഴിയും.
അഞ്ചാമതായിട്ട് അദ്ദേഹം പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ഏറ്റവും മാരകമായി ബാധിക്കുന്ന മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കില്ല. ആ ഒരു നിയമം നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുക. ഈ 5 കാര്യങ്ങൾ, ഈ 5 ശീലങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ പിന്തുടർന്നാൽ നിനക്ക് ജീവിതത്തില് സ്വസ്ഥമായ സുഖകരമായ നിന്റെ ജീവിതത്തിലെ ദുഃഖത്തിൽ നിന്നുള്ള ഒരു മാർഗം നിനക്ക് മുമ്പോട്ട് തിരഞ്ഞെടുക്കുവാൻ നിനക്ക് കഴിയും. ഭഗവാൻ ബുദ്ധൻ പറയുന്നത് നിങ്ങളൊരു മധ്യമാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ്. ഏതെങ്കിലും ഒരു അറ്റത്തേക്കല്ല. ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം പെൻഡിലം പോലെയാണ്. ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് പെൻഡിലം വിളിച്ചുകൊണ്ട് നേരെ എത്തിച്ച് എതിർഭാഗത്തേക്ക് വരും. പക്ഷെ ആ പെൻഡിലം ഒരു ക്ലോക്കിന്റെ പെൻഡിലം നിശ്ചലമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് മധ്യഭാഗത്തായിട്ട് നിൽക്കുന്ന സമയത്താണ് അത് നിശ്ചലമായിട്ട് നിൽക്കുന്നത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കാണ്, ഏതെങ്കിലും ഒരു അഗ്രഹത്തേക്ക്, ഒന്നുകിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ പണക്കാരൻ. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ രണ്ടിലേക്ക് മുമ്പിൽ തിരിഞ്ഞ് മറുവശത്തേക്ക് നമ്മൾ വരും. ആ മധ്യഭാഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖകരമായ നിശ്ചലമായ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായ ഒരു ജീവിതം നിങ്ങൾക്ക് പിന്തുടരുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ സയൻസിനെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരശാസ്ത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ്, ഒരു മധ്യമാർഗത്തിലായിട്ട് ഇരിക്കുന്നത്. കൊളസ്ട്രോൾ കൂടിയ പ്രശ്നം, കൊളസ്ട്രോൾ കുറഞ്ഞ പ്രശ്നം, ഷുഗർ കൂടിയ പ്രശ്നം, ഷുഗർ കുറഞ്ഞ പ്രശ്നം. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അതിന്റെ ഇടയിലുള്ള ഒരു ഭാഗം, ആ ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആരോഗ്യവാനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭഗവാൻ ബുദ്ധൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കി നല്ല രീതിയിൽ സന്തോഷപരമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മധ്യമാർഗത്തിലേക്ക് പ്രദർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ മധ്യമാർഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യമായിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ ഈ 5 ശീലങ്ങളെ പരിശീലിക്കാൻ തയ്യാറാകണം. നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ 5 ശീലങ്ങൾ സ്വായത്തമാക്കാൻ കഴിയൂ. ഞാൻ മുറിവേൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരും മുറിവേൽപ്പിക്കാതെ മാറിയിരിക്കുന്നു മാത്രമല്ല, അത് നമ്മുടെ വർജിത ശീലമായിട്ട് ഭഗവാൻ ബുദ്ധൻ പറയുമ്പോൾ, ചാരിത്രശീലമായിട്ട് ഭഗവാൻ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ആ പ്രതിജ്ഞ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുവണം. നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ 5 ശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ ആ 5 ശീലങ്ങൾക്ക് അനുയോജ്യമായ ചാരിത്രശീലങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരണം. ഒരാളെ മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ, അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയാൽ, അദ്ദേഹത്തിന് മാനസിക വ്യസനമുണ്ടാകുമ്പോൾ അദ്ദേഹത്തെ സമീപിച്ച് സ്വാതന്ത്ര്യപ്പെടുക, അദ്ദേഹത്തിന്റെ ജീവന ഹാനി വരാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അതാണ് പഞ്ചശീലങ്ങളുടെ പ്രത്യേകത. അതുപോലെ തന്നെ നിങ്ങൾ മോഷ്ടിക്കുകയില്ല, തനിക്ക് അർഹതപ്പെടാത്തതൊന്നും തന്നെ ഞാൻ കൈവശപ്പെടുകയില്ല എന്ന പ്രതിജ്ഞ നമ്മൾ പിന്തുടരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ എന്ന് പറയുന്നത്, നമ്മൾക്ക് ആവശ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന, അത് ദാനം കൊടുക്കുന്ന ഒരു ശീലം കൂടെ നിങ്ങൾ വളർത്തിയെടുക്കണം. മോഷ്ടിക്കുകയില്ല, അർഹതപ്പെടാത്തത് എടുക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ശീലം കൂടെ ഞാൻ വളർത്തുന്നു. ഇത് നിങ്ങൾക്ക് ഒരു ശീലമായി, ഒരു മാനദണ്ഡമായി നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരണം. അതുപോലെ തന്നെയാണ് അടുത്തത്. എന്താണ്? വ്യഭിചാരം ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യത്തെ പിന്തുടരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രഹ്മചര്യം കുടുംബജീവിതങ്ങൾക്ക് പ്രശ്നമാകുമോ എന്നുള്ള ഒരു ചോദ്യം വരും. ഭഗവാൻ ബുദ്ധൻ പറയുന്നത്, നിങ്ങൾക്ക് മാസത്തിൽ 2 തവണ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പൗർണമി നാളുകളിലും അഷ്ടമി നാളുകളിലും 4 ദിവസങ്ങളിൽ, അതായത് മാസത്തിൽ 4 ദിവസങ്ങളിൽ, അമാവാസി നാളുകളിലും നിങ്ങൾക്ക് ഈ ബ്രഹ്മചര്യം പരിശീലിച്ചു നോക്കാം. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ കളവ് പറയുകയില്ല. ഭഗവാൻ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ സത്യം പറയണം. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ലഹരി വസ്തുക്കളൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ
ധ്യാനം പരിശീലിക്കാൻ ഏകാഗ്രമായിട്ട് ഞാൻ എന്താണെന്ന് തിരിച്ചറിയാനെ കൊണ്ടുള്ള ധ്യാനം, ഏകാഗ്രതയുടെ ധ്യാനമല്ല, ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ധ്യാന പരിശീലനം നിങ്ങൾ പിന്തുടരണം. ഇതാണ് ഭഗവാൻ ബുദ്ധൻ പറയുന്ന 5 പഞ്ചശീലങ്ങൾ എന്ന് പറയുന്നത്. വർജിതവും ചാരിതവുമായി നിൽക്കുന്ന ഈ ശീലങ്ങൾ ഭഗവാൻ ബുദ്ധൻ പറയുന്നു. ഇതെങ്ങനെയാണ് നിയമമെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. ഇതെങ്ങനെയാണ് സമൂഹത്തിന്റെ ഒരു നിയമമായിട്ട് വർദ്ധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. വളരെ കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറയാം. ഇത് വ്യക്തികൾക്ക് ഗുണകരമാണോ ഈ നിയമങ്ങൾ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇത് സമൂഹത്തിന് നന്മ ഉളവാക്കുന്നതാണോ ഈ നിയമങ്ങൾ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇത് സമൂഹത്തിനും വ്യക്തികൾക്കും ഗുണകരവും നന്മയും ഉളവാക്കുന്നതാണെങ്കിൽ ഈ നിയമം ഇതായിരിക്കും. ഇത് ഉത്തമമായ നിയമമായിരിക്കും, ഉത്തമമായ മാർഗമായി നമ്മൾക്ക് അംഗീകരിക്കാമെന്ന് ഭഗവാൻ ബുദ്ധൻ ആ ഭിക്ഷുക്കളോട് പറയുന്നു. അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞത് സദാചാരത്തിന്റെ മാർഗം, നന്മയുടെ മാർഗം. സദാചാരത്തിന്റെ മാർഗം എന്ന് പറയുന്നത് അഷ്ടാംഗ മാർഗത്തിലൂടെ ജീവിക്കുക. ലോകത്തെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗമായ അഷ്ടാംഗ മാർഗത്തിലൂടെ ജീവിക്കുക. നന്മയുടെ മാർഗം എന്ന് പറയുന്നത് പാരമ്പര്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ച് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ മോക്ഷത്തിന്റെ സന്തോഷത്തിന്റെ നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്നുള്ള ഭഗവാൻ ബുദ്ധന്റെ ആദ്യത്തെ ധർമ്മോപദേശം നടത്തിയ ദിനത്തിന്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടാടുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ദിനം കൊണ്ടാടുന്നതോടൊപ്പം തന്നെ അടുത്ത 3 മാസക്കാലം നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ശീലങ്ങൾ, ഈ പഞ്ചശീലങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള പരിശീലന ആളുകൾ കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമോ ബുദ്ധ.